ഓക്കെ, നമ്മൾ കെമിസ്ട്രിയുടെ ഒരു പുതിയ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാഠത്തിന്റെ പേര് ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ് പാഠത്തിന്റെ പേര്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചാപ്റ്ററിൽ. ആദ്യം നമുക്ക് ഇതിന് കൂടുതലായിട്ട് പഠിക്കാനുള്ള സെല്ല്, അതിന്റെ റെപ്രസെന്റേഷൻസിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യമുള്ളത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് ചോദിച്ചാൽ, it is converted into chemical energy into electrical energy. Chemical energy of a redox reaction is converted into electrical energy. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലുണ്ട്, ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് ഗാൽവാനിക് സെൽ ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഇതിൽ 2 ഹാഫ് സെല്ലുകളാണ് ഉള്ളത്. ഗാൽവാനിക് സെല്ലില് 2 ഹാഫ് സെല്ലുകൾ ഉണ്ട്. ഒരു ഹാഫ് സെൽ എന്ന് പറയുന്നത്, ഒരു ഹാഫ് സെല്ലിന് ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആനോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഗാൽവാനിക് സെല്ലിനകത്ത്, ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഗാൽവാനിക് സെല്ലിനകത്ത് 2 ഹാഫ് സെല്ലുകളുണ്ട്. അതിന് ഒരു ഹാഫ് സെല്ലിന് ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആനോഡ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഹാഫ് സെല്ലിന് റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കാഥോഡ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? കാഥോഡ്. ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ. 2 ഹാഫ് സെല്ലുകളുണ്ട്. ഒരു ഹാഫ് സെല്ലിന് ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ആനോഡെന്നും, രണ്ടാമത്തെ ഹാഫ് സെല്ലിന് റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ കാഥോഡ് എന്നാണ് പറയുന്നത്. അപ്പം 2 സെല്ലുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമതൊരു സെല്ലുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ടത്, ഡാനിയൽ സെൽ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഗാൽവാനിക് സെൽ. ഡാനിയൽ സെൽ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഗാൽവാനിക് സെൽ. എങ്ങനെയാണ് ഡാനിയൽ സെല്ലിന്റെ വർക്കിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, 2 ബീക്കറുകൾ എടുക്കുന്നു. ഓക്കെ, ഞാൻ 2 ബീക്കറുകൾ എടുത്തിട്ട്, ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ബീക്കറിനകത്ത് ഞാൻ സിങ്ക് ഇലക്ട്രോഡിനെ പ്ലേസ് ചെയ്യുന്നു. ആരെയാണ്? സിങ്ക് ഇലക്ട്രോഡ്. രണ്ടാമത്തെ ബീക്കറിനകത്ത് ഞാൻ കോപ്പർ ഇലക്ട്രോഡ് വെക്കുന്നു. കോപ്പർ. ഓക്കെ, അപ്പൊ ഈ സിങ്ക് ഇലക്ട്രോഡ് വെച്ച ബീക്കറിനകത്ത് അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ ഇലക്ട്രോഡ് ആണ് വെച്ചത്, അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള എടുക്കുന്നു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. ഓക്കെ, ക്ലിയർ. ഇനി ഈ 2 ഇലക്ട്രോഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു മെറ്റാലിക് വയർ ഇതിന്റെ മിഡിൽ പൊസിഷനിൽ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സംശയമില്ലല്ലോ? ഇല്ല. ഇനി ഞാൻ ചെയ്യുന്നത്, ഒരു യു ഷേപ്പ്ഡ് ട്യൂബ് എടുക്കുന്നു. ഒരു യു ഷേപ്പ്ഡ് ട്യൂബ്, അതിനെ നമ്മൾ ഈ യു ഷേപ്പ്ഡ് ട്യൂബിനെ 2 സൊല്യൂഷനിലും മുങ്ങി നിൽക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. ഇതിന് പറയുന്ന പേര് സോൾട്ട് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഈ യു ഷേപ്പ്ഡ് ട്യൂബിനെ പൊട്ടാസ്യം നൈട്രേറ്റ് ലായനിയിലോ അല്ലെങ്കിൽ അഗർ സൊല്യൂഷനിലോ മുക്കിയ ഒരു ട്യൂബാണ് നമ്മൾ 2 സൊല്യൂഷനിലും മുങ്ങി നിൽക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നത്. ഈ സാൾട്ട് ബ്രിഡ്ജിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു അവോയ്ഡ് ദ ഇന്റർമിക്സിംഗ് ഓഫ് 2 സൊല്യൂഷൻ. ടു അവോയ്ഡ് ദ ഇന്റർമിക്സിംഗ് ഓഫ് 2 സൊല്യൂഷൻ ആണ് സാൾട്ട് ബ്രിഡ്ജിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഡാനിയൽ സെല്ലിന്റെ വർക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. വെൻ സിങ്ക് ഇലക്ട്രോഡ് ആർ ഡിപ്ഡ് ഇൻ, ഡിപ്പ് ചെയ്യുക മീൻസ് മുക്കുക അല്ലെ. വെൻ സിങ്ക് ഇലക്ട്രോഡ് ആർ ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ ഇലക്ട്രോഡ് ആർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, when 2 electrodes are externally connected with metallic wire and voltmeter. 2 ഇലക്ട്രോഡുകളെ വെളിയിൽ കൂടി കണക്ട് ചെയ്യും. ഏതൊക്കെയാണ്? വോൾട്ട്മീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. when 2 solutions are internally connected. 2 സൊല്യൂഷനെ അകത്തുകൂടി കണക്ട് ചെയ്യുന്നത്. ഏത് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്? സാൾട്ട് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇനിയാണ് ഇവിടെ പ്രോസസ് നടക്കുന്നത്. ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ച്, സിങ്ക് എന്ന് പറയുന്ന ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും സിങ്കിൽ നിന്നും ഇലക്ട്രോണുകൾ എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു? കോപ്പറിലോട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്ന പറഞ്ഞാൽ Zn ഗീവ്സ് ആരാ? Zn2++2 ഇലക്ട്രോൺ. ഇത് എന്ത് പ്രോസസ്സാ? ഓക്സിഡേഷൻ. അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും സിങ്കിൽ നിന്നും ഇലക്ട്രോണുകൾ എങ്ങോട്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു? കോപ്പറിലോട്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? സിങ്കിന് എന്താ സംഭവിച്ചത്? ഓക്സിഡേഷൻ അല്ലെ. അപ്പൊ കോപ്പർ എന്ത് സംഭവിക്കുന്നു?
Cu2++ ആ പോയ ഇലക്ട്രോൺ ആര് സ്വീകരിക്കുന്നു? കോപ്പർ സ്വീകരിക്കുന്നു. അപ്പൊ Cu2++ 2 ഇലക്ട്രോൺസ് ഗീവ്സ് ആരാ? Cu അല്ലെ? ഇത് ഏത് പ്രോസസ്സാ? ഇത് റിഡക്ഷൻ. ഓക്കെ, ആദ്യത്തെ പ്രോസസ്സ് ഓക്സിഡേഷൻ, ഇത് റിഡക്ഷൻ. ഓക്കെ, ഈ രണ്ട് റിയാക്ഷനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം. അടിയിലോട്ട് വരയിടുക. ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണുള്ളത്? Zn+ ആരാ? Cu2+ ഗീവ്സ് ആരാ? Zn2++ ആരാ? Cu. ഇത് ഏത് റിയാക്ഷനാ? റിഡോക്സ് റിയാക്ഷൻ. +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡാനിയൽ സെല്ലിന്റെ എക്സാമിന് ചോദിക്കും. ഡാനിയൽ സെല്ലിലെ ഇത് ആനോഡിൽ നടക്കുന്നത്, ഇത് എവിടെ നടക്കുന്നത്? കാഥോഡിൽ നടക്കുന്നു. ഓക്കെ, ഡാനിയൽ സെല്ലിന്റെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതുക, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതുക. അപ്പൊ 3 സെല്ലുകളാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് പറഞ്ഞു, ഗാൽവാനിക് സെല്ല് പറഞ്ഞു, അതുപോലെ തന്നെ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ ആനോഡിൽ എന്താ? സിങ്ക് ഗീവ്സ് ആരാ? Zn2++ 2 ഇലക്ട്രോൺ. കാഥോഡിൽ ആരാ? Cu2++ 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. അത് റിഡക്ഷൻ ആണ്. ഈ രണ്ട് റിയാക്ഷനെയും കൂടെ കമ്പയർ ചെയ്യുന്ന റിയാക്ഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാലൻസ് ആരാണുള്ളത്? Zn+ Cu2+ ഗീവ്സ് ആരാ? Zn2++ Cu. ഇതാണ് എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് chemical energy of a redox reaction is converted into ആരാ? ഇലക്ട്രിക്കൽ എനർജി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഗാൽവാനിക് സെൽ ഈസ് എ ടൈപ്പ് ഓഫ് ആരാ? ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെ? ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ളതാണ്? ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അതിനകത്ത് 2 ഹാഫ് റിയാക്ഷൻസ് അല്ലെങ്കിൽ 2 ഹാഫുകളാണുള്ളത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഹാഫും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് റിഡക്ഷൻ. അപ്പോൾ ഒരു ഹാഫിൽ ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് ആനോഡെന്നും, സെക്കൻഡ് ഹാഫിൽ എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് എന്താ? കാഥോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കുക, ഇനി നമ്മൾ ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് തുടക്കമാണ്. ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ ഡാനിയൽ സെൽ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഗാൽവാനിക് സെൽ അല്ലെ? ഇനി അതിന്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെ പറയാം? ചിലപ്പോൾ അതിന്റെ ഡാനിയൽ സെല്ലിന്റെ വർക്കിംഗ് എഴുതാൻ ചോദിക്കും. ഫിഗർ വരയ്ക്കുക. 2 ബീക്കറുകൾ എടുക്കുക. 2 ബീക്കറിൽ ഒന്നാമത്തെ ബീക്കറിൽ നമ്മൾ സിങ്ക് ഇലക്ട്രോഡ് വെക്കുക. അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ ഇലക്ട്രോഡ് വെക്കുക. അതിന്റെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. 2 ഇലക്ട്രോഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു മെറ്റാലിക് വയർ, അതിന്റെ മിഡിൽ പൊസിഷനിൽ വോൾട്ട്മീറ്റർ പ്ലേസ് ചെയ്യുക. ഇനി 2 സൊല്യൂഷൻസുകളെയും എന്താണ് പ്ലേസ് അല്ലെങ്കിൽ 2 സൊല്യൂഷനിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു യു ഷേപ്പ്ഡ് ട്യൂബ്, അത് ഓർത്ത് വെക്കണം. യു ഷേപ്പ്ഡ് ട്യൂബാണ്. അതിന് പറയുന്ന പേര് സോൾട്ട് ബ്രിഡ്ജ് എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു അവോയ്ഡ് ദ ഇന്റർമിക്സിംഗ് ഓഫ് 2 സൊല്യൂഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, സാൾട്ട് ബ്രിഡ്ജിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? എന്താണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് ദ ഇന്റർമിക്സിംഗ് ഓഫ് 2 സൊല്യൂഷൻ ആണ്. അപ്പൊ 2 സൊല്യൂഷനിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ സാൾട്ട് ബ്രിഡ്ജ് പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും സിങ്കിൽ നിന്നും ഇലക്ട്രോണുകൾ കോപ്പറിലേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്യും അല്ലെ? അപ്പൊ സിങ്കിന് എന്താണ്? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ച് Zn gives ആരാ? Zn2++ 2 ഇലക്ട്രോൺ. ആ ഫ്ലോ ചെയ്ത് വന്ന ഇലക്ട്രോൺ ആര് സ്വീകരിക്കുന്നു? കോപ്പർ സ്വീകരിക്കുകയും അപ്പൊ എന്താ? Cu2++ 2 ഇലക്ട്രോൺസ് ഗീവ്സ് ആരാ? Cu. ഇത് ഓക്സിഡേഷൻ, ഇത് റിഡക്ഷൻ. ഈ 2 റിയാക്ഷനെയും കൂടെ കമ്പയർ ചെയ്യുന്നു. ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരാണ്? Zn+ Cu2+ gives ആരാ? Zn2++ Cu. that is the redox reaction. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഡാനിയൽ സെല്ലിന്റെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷനും ഓവറോൾ റിയാക്ഷൻ, ഇത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഇത് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഇതാരാ? ഓവറോൾ റിയാക്ഷൻ. അങ്ങനെ 3 റിയാക്ഷൻസുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സെൽ റെപ്രസെന്റേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ആ സെക്ഷന്റെ പേര് സെൽ റെപ്രസെന്റേഷൻ എന്നാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.